ഹായ്, എന്തൊക്കെയുണ്ട് പാട്? സുഖല്ലേ? പിന്നെ ഞാൻ ആദ്യം നിന്ന വീട്ടിൽ 2.5 കൊല്ലം നാട്ടിൽ ലീവിന് പോയിട്ട്, ഒരു ചെറിയ കഥ. ലീവിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ പണി പോയി എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ആളെ വെച്ച്, അവിടെ തള്ളയാണ്, അവരെ ഉമ്മയാണ്. 2 കൊല്ലം കൂടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൾക്കാരെ മാറ്റും, 2 കൊല്ലത്തിൽ മാറ്റുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പെണ്ണുണ്ട് ഗദ്ദാമ, തള്ളൻ്റെ എല്ലാ കാര്യം നോക്കണേ. അപ്പോൾ അവൾ എന്ത് പറഞ്ഞു കൊടുത്താലും അത് കേൾക്കും. ഇത്യോപ്യ പെണ്ണാണ്, കാണാൻ വലിയതൊന്നുമില്ല, വണങ്ങിയ മടൽ പോലെ. ഇതതിൻ്റെ ഇതിൽ കൂടിയാണ് പോയിക്കോട്ടെ വെച്ചിട്ട് പറഞ്ഞ കേട്ടാ, ഒരു താളത്തിന്, ഇനി വേറെ ഒന്നും ചിന്തിക്കണ്ട. അപ്പോൾ 2.5 കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ അർബാവിന് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്, മക്കൾക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മ പറയണത് അവിടെ അറബികൾ മക്കൾ കേൾക്കുള്ളൂ, അറബികൾ. അപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് ടിക്കറ്റൊക്കെ അവർ വരുമ്പോൾ എടുത്ത് തന്നു, വേണ്ടാന്നുണ്ടെങ്കിൽ അവർ ടിക്കറ്റ് എടുത്ത് തരൂലല്ലോ. ടിക്കറ്റൊക്കെ എടുത്ത് തന്നിട്ടാണ് ഞാൻ വന്നപ്പോൾ എന്നോട് കുറച്ച് ദിവസം, ഒരാഴ്ച ഞാൻ റൂമിൽ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞ് അവർ അക്കുവിൻ്റെ ബേത്തിൽ, അതായത് ഫാമിലിൻ്റെ വീട്ടിൽ ആൾ 2.5 മാസത്തിന് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അതുവരെ അവിടെ നിന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാമെന്നുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ എന്നിട്ട് ഞാൻ അവിടെ പോയി. ഇവിടെ അബുദാബിയിലാണ്. അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്ത് 2.5 മാസം നിന്ന്. അപ്പോൾ പെരുന്നാൾക്ക് പെരുന്നാരാവിൻ്റെ അന്നാ, പെരുന്നാളിൻ്റെ അന്നായിട്ട് അവൻ വന്ന്, ബംഗാളിയാണ് ചെക്കൻ. ചായ കുടിക്കണ അങ്ങനെ തരാൻ പറ്റൂല, അതുകൊണ്ടാണ്. പിന്നെ ഓൻ വന്നപ്പോൾ ഞാൻ അർബാബിനെ വിളിച്ച് പറഞ്ഞ് മിന്നി സുഗൽ കലാസ് ഈജി മിന്നെ അർബാബ് എത്തില് എന്ന് പറഞ്ഞ്, ഇവിടെ പണി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഓക്കെ താൽന്ന് പറഞ്ഞു എന്നോട്. ഞാനാണ് ചെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് നിന്നെ അർബാബ് വിളിച്ച് മജ്ലിസിൽ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഉമ്മ ഇവിടെ ഇങ്ങനെ അപ്പോൾ വേറെ ആളെ നിർത്തിക്കണ്, അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിലിടാം, ഇജും നോക്കിക്കോ പണി തന്നെ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ വരാൻ കാരണം വെച്ചാൽ അവിടെ ആ ഗദ്ദാമ ഉണ്ട്, ആ ഗദ്ദാമ ഉത്തോപ്പിയാണ്, പേര് ഞാൻ മറന്ന്. അവൾ പാര വെച്ചതാണ്, എല്ലാവർക്കും അവൾ പാര വെച്ചിട്ട് അങ്ങനെ പോക്കുക അവിടുത്തെ പണിക്കാരൊക്കെ. പക്ഷെ ആ പാര എനിക്ക് ഗുണം ചെയ്ത്. അങ്ങനെ എനിക്ക് അവിടുന്ന് അവർ ഗ്രൂപ്പിലിട്ടിട്ട് ഒരുപാട് പണി വന്ന്, ഞാനും നോക്കിയിട്ട് എനിക്ക് ഒരുപാട് വന്ന് 2-3 സ്ഥലത്തൊക്കെ ഞാൻ പോയി, വീട്ടിലൊക്കെ പോയി നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടായിട്ട് ഞാൻ പിന്നെയും ഇങ്ങനെ അവിടെ തന്നെ ഇരുന്നത്. എനിക്ക് മനസ്സ് പറയുന്നത് ശരിയല്ല, പക്ഷേ പിന്നെ എനിക്ക് കിട്ടിയ പണിയത്. പക്ഷേ ഇത് അവർ ഫാമിലിയിൽപ്പെട്ട ചെക്കന്മാർ തന്നെ. അവർ ഞാൻ നിന്ന സ്ഥലം മസിയാദാണെങ്കിൽ ഇത് അല്ലയിൽക്കാരാണ് ഇവർ, അവരുടെ ഫാമിലി അല്ലയിലുണ്ട്. അപ്പോൾ ഇവർ ഈ പെട്ട, പക്ഷേ ഇവർക്ക് അറിയില്ല ഞാൻ അവിടെ നിന്നുള്ളത്. എനിക്ക് വിളിച്ച് ഞാൻ വേറെ ആളെ മുഖേന ഈ പണി ഇങ്ങനെ കിട്ടിൻ്റെ ഇപ്പോൾ സ്നേഹത ഇവിടെ ഇരിക്കണില്ല, ഇവനെ തന്നെ ഒക്കെ കിട്ടിയത് ഈ പണി ഇവൻ തന്നതാണ്, സാധിക്കുന്ന പറഞ്ഞ വ്യക്തി. അപ്പോൾ ഇവന് പിന്നെ ഞാൻ എന്നോട് വരാൻ വന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ നിന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സേഫ് എവിടെയെന്ന് ചോദിച്ച്, മസിയാദിലാണ്, സേഫ് പിന്നെ സുൽത്താൻ എന്നൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ പേര് ഞാൻ പറഞ്ഞപ്പോൾ അനാക്കൂന്ന് പറഞ്ഞു, ഇവരെ ഫാമിലിയാണ്, ഇവരെ പഠിപ്പിച്ച മുദീറാണ് അവർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ആളാന്ന് പറഞ്ഞപ്പോൾ ഇവർ ഭയങ്കര കാര്യം. അങ്ങനെ എന്നോട് പറഞ്ഞ് സാലറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവിടെ നിന്ന്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു തന്നെ, ചില സ്ഥലത്തു നിന്ന് നമുക്ക് പാര കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് അത് നല്ല ഗുണമാവും, എന്നാൽ ചിലവർക്കാണെങ്കിലോ ആ പണി നല്ല പണിയാവും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താവും, പിന്നെ ആഗതാവും. ചിലവർ വെക്കണ പാര, എനിക്ക് ആ പെണ്ണ് പാര വെച്ചുകൊണ്ട് നല്ല കാര്യം, ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു താങ്ക്സ് പറഞ്ഞിട്ടാണ് ഞാൻ. ഇപ്പോൾ എനിക്കിവിടെ എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീവുള്ള ദിവസം 19 ആളുണ്ടാവും, ലീവില്ലാത്ത ദിവസം ആ ഫാമിലിക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി, ഒരു 10 ആളുണ്ടാവുള്ളൂ. പിന്നെ പണിക്കാർക്കും 2 ദിവസം 3 ദിവസം ലീവ് ഉണ്ടാവും. ആ സമയത്ത് 80 ആൾക്കുള്ള ഫുഡ് ഞാൻ ഒറ്റക്കന്നെ ഉണ്ടാക്കല്, 2 ആട് ഫുള്ളും 10-15 കോഴി അങ്ങനെയൊക്കെ ഉണ്ടാക്കല്. അപ്പോൾ അന്ന് പറഞ്ഞാൽ അവിടെ ഈ 2 കൊല്ലം നിൽക്കുമ്പോൾ 2.5 കൊല്ലം നിൽക്കണം, ലീവില്ലാതെ നല്ല പണിയാണ്. രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും രാത്രിയും ഒക്കെ ഫുൾ പണിയാണ്, ലീവ് എന്ന് പറഞ്ഞില്ല. ഇവിടെ വന്ന ദിവസം ആഴ്ചയിൽ 4 ദിവസം പണിയുള്ളൂ, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം. വെള്ളിയാഴ്ച ഒരു ഡ്യൂട്ടി ഉണ്ട്, നേരപ്പം വന്നുണ്ടാക്കണം. എനിക്ക് വെള്ളിയും ശനിയും ഞായറും ലീവാണ്, നല്ല സുഖമാണ്, ലീവുണ്ട്, റാത്താണ്, ഹൈറാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യട്ടാ. നിങ്ങൾക്ക് എങ്ങനെ അനുഭവം ഉണ്ടായാൽ പറയണം കേട്ടാ.